saltsന്റെ കെമിക്കൽ റിയാക്ഷനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ഡയാസോണിയം സാൾട്ട്സിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷനുകളാണ് അവ കാണിക്കുന്നത്. അവ ഏതൊക്കെയാണെന്ന് നോക്കൂ. The reaction involving the displacement of nitrogen and reaction involving the retention of diazo group. ഇതിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് റിയാക്ഷൻസ് ഇൻവോൾവിംഗ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് നൈട്രജൻ. നമുക്കറിയാവുന്ന പോലെ തന്നെ ഡയാസോണിയം കോമ്പൗണ്ടുകളിൽ N2 ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ നൈട്രജൻ്റെ പ്രസൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ റിയാക്ഷൻ ഇൻവോൾവിംഗ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് നൈട്രജനിൽ ഈ ഡയാസോണിയം കോമ്പൗണ്ടുകളിലെ നൈട്രജനെ ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ട് മറ്റു ചില ഗ്രൂപ്പുകളായിട്ടുള്ള Cl-, Br-, I-, Cn-, OH- എന്നിവയെല്ലാം തന്നെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആവുന്നു. ഇങ്ങനെ ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്ന നൈട്രജൻ ഗ്യാസ് രൂപത്തിൽ റിയാക്ഷൻ മിക്സറിൽ നിന്നും എസ്കേപ്പ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെയുള്ള ചില റിയാക്ഷനുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ഡയാസോണിയം കോമ്പൗണ്ടുകളുടെ മറ്റൊരു പ്രധാനപ്പെട്ട റിയാക്ഷനാണ് ദ റിയാക്ഷൻ ഇൻവോൾവിംഗ് ദ റീടെൻഷൻ ഓഫ് ഡയാസോ ഗ്രൂപ്പ്. ഇത്തരം ഡയാസോണിയം കോമ്പൗണ്ടുകൾ റിയാക്ഷനിൽ ഉൾപ്പെടുമ്പോൾ അവയിലുള്ള ഡയാസോണിയം ഗ്രൂപ്പ് അല്ലെങ്കിൽ N2 ഗ്രൂപ്പ് അതുപോലെ തന്നെ റീടെൻഷൻ ചെയ്തുകൊണ്ടുള്ള പ്രൊഡക്റ്റുകൾ ഫോം ചെയ്യുന്നു. അത്തരം റിയാക്ഷനുകളാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡയാസോണിയം കോമ്പൗണ്ട്സിൻ്റെ ഇത്തരത്തിലുള്ള രണ്ട് റിയാക്ഷനുകളെ പറ്റിയിട്ടും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഡയാസോണിയം സോൾട്ട്സുകളിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് നൈട്രജൻ നടക്കുന്ന ചില റിയാക്ഷൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. അതിൽ ആദ്യത്തെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ഹാലൈഡ് ഓർ സയനൈഡ് അയോൺ. ഡയാസോണിയം സോൾട്ട്സിനെ എങ്ങനെയാണ് N2 ഗ്രൂപ്പ് ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ട് ഹാലൈഡ് അയോണുകൾ അല്ലെങ്കിൽ സയനൈഡ് അയോണുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത്. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് കൺസിഡർ ചെയ്തിരിക്കുന്നു. ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് CuCl/HCl എന്താണ് സംഭവിക്കുക? ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിൽ നിന്നും N2 ഗ്രൂപ്പ് ഡിസ്പ്ലേസ് ചെയ്യുകയും പ്രൊഡക്റ്റായിട്ട് ക്ലോറോബെൻസീൻ ലഭിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഈ റിയാക്ഷനിൽ നൈട്രജൻ ഇവോൾവ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിനെ CuBr/HBrമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്നു. അതായത് കോപ്പർ ബ്രോമൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ ബ്രോമൈഡ്. അപ്പം എന്താണ് സംഭവിക്കുക എന്ന് നോക്കൂ. ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിൽ നിന്നും N2 ഇവോൾവ് ചെയ്യുകയും ഈ റിയാക്ഷൻ്റെ ഫലമായിട്ട് ബ്രോമോബെൻസീൻ എന്ന പ്രൊഡക്റ്റ് ലഭിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ N2 ഗ്രൂപ്പിനെ ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് ഹാലൈഡ് അയോൺ വേണമെങ്കിലും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിലേക്ക് സയനൈഡ് അയോൺ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിലോ ഇറ്റ് ക്യാൻ ബി ട്രീറ്റഡ് വിത്ത് കോപ്പർ സയനൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് പൊട്ടാസ്യം സയനൈഡ്. ഇവിടെയും N2 ഗ്രൂപ്പ് ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട് പകരം അവിടെ സയനൈഡ് ഗ്രൂപ്പ് വരികയും ചെയ്യുന്നു. അപ്പോൾ ഈ റിയാക്ഷൻ എല്ലാം ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കും. ഓൾ ദീസ് റിയാക്ഷൻസ് ക്യാൻ ബി ടേക്സ് പ്ലേസ് ഇൻ പ്രസൻസ് ഓഫ് കോപ്പർ 1 അയോൺ. കുപ്രസ് അയോണിൻ്റെ പ്രസൻസിലാണ് ഈ റിയാക്ഷൻസ് എല്ലാം തന്നെ നടക്കുന്നതും. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ന്യൂക്ലിയോഫൈൽ ഉപയോഗിച്ചുകൊണ്ട് ഈ ബെൻസീൻ റിങ്ങിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതും. ഈ റിയാക്ഷൻസ് നമ്മളൊരു പ്രത്യേക പേര് വിളിക്കും. ഈ റിയാക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് സാൻഡ്-മിയേഴ്സ് റിയാക്ഷൻ. സോ വാട്ട് ഈസ് സാൻഡ്-മിയേഴ്സ് റിയാക്ഷൻ? ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് undergo reaction with the copper 1 ion. It results the formation of the introduction of the corresponding nucleophile to the benzene ring. ഈ റിയാക്ഷനെയാണ് സാൻഡ്-മിയേഴ്സ് റിയാക്ഷൻ എന്ന് വിളിക്കുക. By this Sand-Mears reaction, it is very easy to introduce the nucleophile to the benzene ring. Nucleophile എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നെഗറ്റീവ്ലി ചാർജുള്ള സ്പീഷീസുകളാണ്. ഹാലൈഡുകൾ, സയനൈഡുകൾ ഇവയെല്ലാം തന്നെ ഈ നെഗറ്റീവ്ലി ചാർജുള്ള സ്പീഷീസിന് ഉദാഹരണങ്ങളാണ്. അതിനാൽ ഇവയെല്ലാം തന്നെ ന്യൂക്ലിയോഫൈൽസുമാണ്. ഈ റിയാക്ഷനെയാണ് സാൻഡ്-മിയേഴ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ബെൻസീൻ ഡയാസോണിയം സോൾട്ടിൻ്റെ റിങ്ങിലേക്ക് ക്ലോറിനെയോ ബ്രോമിനെയോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മറ്റൊരു മെത്തേഡ് കൂടെ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഏതാണ് ആ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, the diazonium salt solution
is treating with corresponding halogen acid in the presence of copper powder. ഡയാസോണിയം സോൾട്ടിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടേണ്ട ഹാലജൻ ഏതാണോ അതിൻ്റെ കറസ്പോണ്ടിങ് ഹാലജൻ ആസിഡുമായിട്ട് ഡയാസോണിയം സോൾട്ട് സൊല്യൂഷനെ ട്രീറ്റ് ചെയ്യുന്നു. ഈ റിയാക്ഷൻ നടക്കുന്നത് കോപ്പർ പൗഡറിൻ്റെ പ്രസൻസിലാണ്. ഇങ്ങനെ റിയാക്ഷൻ നടക്കുക വഴി ഡയാസോണിയം സോൾട്ടിൻ്റെ ബെൻസീൻ റിങ്ങിലേക്ക് കറസ്പോണ്ടിങ് ഹാലജൻ ആയിട്ടുള്ള ക്ലോറിനെയോ ബ്രോമിനെയോ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ റിയാക്ഷനെ നമ്മളൊരു പ്രത്യേക പേര് വിളിക്കും. ഈ റിയാക്ഷനെയാണ് ഗെറ്റർമാൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഗെറ്റർമാൻ റിയാക്ഷൻ? ദ ക്ലോറിൻ ഓർ ബ്രോമിൻ can also be introduced into the benzene ring on treating the diazonium salt solution with corresponding halogen acid in the presence of copper powder. This reaction is known as Getterman reaction. പ്രത്യേകം ഓർക്കണം, ബെൻസീൻ റിങ്ങിലേക്ക് ക്ലോറിനെയോ ബ്രോമിനെയോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഗെറ്റർമാൻ റിയാക്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗെറ്റർമാൻ റിയാക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിലേക്ക് ക്ലോറിനും ബ്രോമിനും ബെൻസീൻ റിങ്ങിനോട് അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് ഫോർമേഷൻ നടത്തുക എന്ന് നോക്കാം. ഇവിടെ ആദ്യമായിട്ട് നമുക്കൊരു ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിനെ കൺസിഡർ ചെയ്യാം. ഇറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് HCl ഇൻ പ്രസൻസ് ഓഫ് കോപ്പർ. ഇവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന ഹാലജൻ ആസിഡുമായിട്ടാണ് ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിനെ ട്രീറ്റ് ചെയ്യുന്നത്. കോപ്പർ പൗഡറിൻ്റെ പ്രസൻസിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കൂ. N2Cl ഗ്രൂപ്പ് റിമൂവ് ചെയ്യപ്പെട്ട് അവിടെ ക്ലോറിൻ ബെൻസീൻ റിങ്ങിലേക്ക് ഡയറക്റ്റ്ലി അറ്റാച്ച് ചെയ്തുകൊണ്ട് ക്ലോറോ ബെൻസീൻ എന്ന പ്രൊഡക്റ്റ് ഉണ്ടാകുന്നു. ഇതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നൈട്രജൻ ഗ്യാസ് ഉണ്ടാകുന്നുണ്ട്. ഇത് റിയാക്ഷൻ മിക്സറിൽ നിന്നും ഇവോൾവ് ചെയ്യപ്പെടുന്നു. ഇതുകൂടാതെ കോപ്പറിൻ്റെ ഒരു കറസ്പോണ്ടിങ് ഹാലൈഡും ഫോം ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിനെ HBr ഇൻ ദ പ്രസൻസ് ഓഫ് കോപ്പർ ട്രീറ്റ് ചെയ്യുന്നു വിചാരിക്കുക. HBr എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ ബ്രോമൈഡ് അല്ലേ. HBr എന്ന ഒരു ഹാലജൻ ആസിഡുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. ഇവിടെ കോപ്പറിൻ്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുക. അപ്പോൾ എന്തായിരിക്കും പ്രൊഡക്റ്റ്? ദ പ്രൊഡക്റ്റ് വിൽ ബി ബ്രോമോ ബെൻസീൻ. ഇത് കൂടാതെ ബൈ പ്രൊഡക്ട്സ് ആയിട്ട് നൈട്രജൻ ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നു. മാത്രവുമല്ല കോപ്പറിൻ്റെ ഹാലൈഡും ഫോം ചെയ്യുന്നു. ഇങ്ങനെ സാൻമിയേഴ്സ് റിയാക്ഷൻ, ഗെറ്റർമാൻ റിയാക്ഷൻ എന്നിങ്ങനെയുള്ള റിയാക്ഷൻസ് വഴി ഒരു ബെൻസീൻ ഡയാസോണിയം സോൾട്ടിലേക്ക് കറസ്പോണ്ടിങ് ഹാലൈഡുകളെയോ അതുപോലെ തന്നെ സയനൈഡ് പോലെയുള്ള ന്യൂക്ലിയോഫൈലുകളെയോ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. So this is an example for the reaction involving the displacement of nitrogen by halogen or cyanide ion. അടുത്തതായിട്ട് ബെൻസീൻ ഡയാസോണിയം സോൾട്ടിൽ നിന്നും നൈട്രജനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അയഡൈഡ് അയോണുകൾ എങ്ങനെയാണ് വരിക? നമുക്ക് സാധാരണയായിട്ട് അറിയാം, ഒരു ബെൻസീൻ റിങ്ങിലേക്ക് അയഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. ആ റിയാക്ഷൻ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ബെൻസീൻ ഡയാസോണിയം സോൾട്ട് സൊല്യൂഷനെ പൊട്ടാസ്യം അയഡൈഡ് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുക വഴി നമുക്ക് അയഡിനെ ഡയറക്റ്റ് ആയിട്ട് ബെൻസീൻ റിങ്ങിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ വെൻ ബെൻസീൻ ഡയാസോണിയം സോൾട്ട് സൊല്യൂഷൻ ഈസ് ട്രീറ്റഡ് വിത്ത് പൊട്ടാസ്യം അയഡൈഡ്, iodine is introduced into the benzene ring and iodobenzene is formed. ഇവിടെ നിങ്ങൾക്ക് കാണാം ബെൻസീൻ ഡയാസോണിയം സോൾട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നു. അതായത് ArN2+Cl- എന്ന ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് പൊട്ടാസ്യം അയഡൈഡ് ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്തൊക്കെയാണ് പ്രൊഡക്റ്റുകൾ ഉണ്ടാകുക നോക്കൂ. അയഡോബെൻസീനാണ് മേജർ പ്രൊഡക്റ്റ്. ഇതുകൂടാതെ ഈ ഒരു റിയാക്ഷൻ്റെ ഫലമായിട്ട് നൈട്രജൻ ഗ്യാസ് ഇവോൾവ് ചെയ്യപ്പെടുന്നു. കൂടാതെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് പൊട്ടാസ്യം ക്ലോറൈഡ് ഫോം ചെയ്യുന്നു. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് ബെൻസീൻ റിങ്ങിലേക്ക് അയഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു റിയാക്ഷൻ സഹായിക്കും. അരീൻ ഡയാസോണിയം ക്ലോറൈഡിലെ നൈട്രജനെ ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ട് ഫ്ലൂറൈഡ് അയോണിനെ എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യുക എന്ന് നോക്കാം. അതിനായിട്ട് അരീൻ ഡയാസോണിയം ക്ലോറൈഡ് ഈസ് ട്രീറ്റഡ് വിത്ത് ഫ്ലൂറോബോറിക് ആസിഡ്. ഫ്ലൂറോബോറിക് ആസിഡ് എന്ന് പറയുന്നത് HBF4. ഇവിടെ ഫ്ലൂറോബോറിക് ആസിഡും അരീൻ ഡയാസോണിയം ക്ലോറൈഡും തമ്മിൽ റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് അരീൻ ഡയാസോണിയം ഫ്ലൂറോബോറേറ്റ് എന്ന
ഒരു precipitate ഉണ്ടാകുന്നു. ഇപ്പോൾ എന്താണ് റിയാക്ഷൻ നടക്കുന്നത് നോക്കൂ. ArN2Cl- പ്ലസ് HBF4. ഇവിടെ HCl എലിമിനേറ്റ് ചെയ്യപ്പെടുകയും ബാക്കിയുള്ളതെല്ലാം ഒന്നിച്ചു ചേർന്നാൽ എന്തായി? അരീൻ ഡയാസോണിയം ഫ്ലൂറോബോറേറ്റ്. ഇങ്ങനെ ഉണ്ടാകുന്ന അരീൻ ഡയാസോണിയം ഫ്ലൂറോബോറേറ്റ് എന്ന പ്രസിപ്പിറ്റേറ്റിനെ ഹീറ്റ് ചെയ്യുക വഴി അരയിൽ ഫ്ലൂറൈഡ് അല്ലെങ്കിൽ ഫ്ലൂറിൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ കോമ്പൗണ്ട് ലഭിക്കുന്നു. ഈ റിയാക്ഷനിൽ ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് ഫ്ലൂറോബോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. റിയാക്ഷൻ സൊല്യൂഷൻ ഫോമിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അരീൻ ഡയാസോണിയം ഫ്ലൂറോബോറേറ്റ് എന്ന പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുകയും ഇതിനെ വീണ്ടും ഹീറ്റ് ചെയ്യുക വഴി അരയിൽ ഫ്ലൂറൈഡ് ഉണ്ടാവുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ ഫ്ലൂറോബെൻസീൻ എന്ന് നമുക്ക് പറയാം. ഈ റിയാക്ഷനിലും N2 ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബോറോണും ഫ്ലൂറിനും കൂടെ ചേർന്ന് ബോറോൺ ട്രൈഫ്ലൂറൈഡ് എന്ന ഒരു സബ് പ്രൊഡക്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ബെൻസീൻ ഡയാസോണിയം സോൾട്സിൽ നിന്നും N2-നെ ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ട് H-നെ റീപ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് ബെൻസീൻ ഡയാസോണിയം സോൾട്ടിന് റിഡക്ഷൻ സംഭവിച്ചുകൊണ്ട് കറസ്പോണ്ടിങ് അരീൻ പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള മെത്തേഡ് എന്താണ്? ഇതിനുവേണ്ടി സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് മൈൽഡ് റെഡ്യൂസിങ് ഏജൻസ് ആയിട്ടുള്ള ഹൈപ്പോഫോസ്ഫറസ് ആസിഡ്, എഥനോൾ എന്നിവയാണ്. അപ്പോൾ ഹൈപ്പോഫോസ്ഫറസ് ആസിഡ്, എഥനോൾ പോലെയുള്ള മൈൽഡ് റെഡ്യൂസിങ് ഏജൻസിനെ അരയിൽ ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡുമായിട്ടോ അല്ലെങ്കിൽ ബെൻസീൻ ഡയാസോണിയം സോൾട്ടുകളുമായിട്ടോ റിയാക്ട് ചെയ്യിക്കുക വഴി അവയ്ക്ക് റിഡക്ഷൻ സംഭവിച്ചുകൊണ്ട് കറസ്പോണ്ടിങ് അരീൻ ഉണ്ടാകുന്നു. ആ ഒരു ഉദാഹരണം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 1-2 കെമിക്കൽ റിയാക്ഷൻസിനെ കൺസിഡർ ചെയ്യാം. ഇവിടെ ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് എന്ന ഡയാസോണിയം സോൾട്ടിലേക്ക് ഒരു മൈൽഡ് റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ടുള്ള ഹൈപ്പോഫോസ്ഫോറസ് ആസിഡ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ റിയാക്ഷൻ നടക്കുന്നത് വാട്ടർ ഒരു അക്വസ് മീഡിയത്തിലാണ്. ഈ റിയാക്ഷൻ്റെ ഫലമായിട്ട് എന്താണ് സംഭവിക്കുന്നത് നോക്കൂ. ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിലെ N2Cl-നെ ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ട് ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്യപ്പെടുന്നു. അങ്ങനെ കറസ്പോണ്ടിങ് അരീൻ ഫോം ചെയ്യുന്നു. മാത്രമല്ല മൈൽഡ് റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ടുള്ള ഹൈപ്പോഫോസ്ഫോറസ് ആസിഡിന് സ്വയം ഓക്സിഡേഷൻ സംഭവിച്ചുകൊണ്ട് ഫോസ്ഫോറസ് ആസിഡ് എന്ന ബൈ പ്രോഡക്റ്റ് ഉണ്ടാകുന്നു. ഈ റിയാക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. N2 ഗ്യാസ് ഇവോൾവ് ചെയ്യപ്പെടുന്നുണ്ട്. മാത്രവുമല്ല HCl എന്ന ഒരു ബൈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സബ് പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഈ മൈൽഡ് റെഡ്യൂസിങ് ഏജൻസ് ഉപയോഗിക്കുക വഴി ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിൽ നിന്നും കറസ്പോണ്ടിങ് അരീനായിട്ടുള്ള ബെൻസീനെ പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ ഉപയോഗിക്കാവുന്ന മറ്റൊരു റെഡ്യൂസിങ് ഏജൻ്റാണ് എഥനോൾ, CH3CH2OH എന്ന എഥനോൾ. ഇവിടെ ഈ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ArN2+Cl-, അതായത് ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിലേക്ക് എഥനോൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ എഥനോൾ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ മൈൽഡ് റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ടുള്ള എഥനോളിൻ്റെ പ്രസൻസിൽ ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിന് റിഡക്ഷൻ സംഭവിച്ചുകൊണ്ട് കറസ്പോണ്ടിങ് അരീനായിട്ടുള്ള ബെൻസീൻ ഉണ്ടാകും. അതോടൊപ്പം തന്നെ എഥനോളിന് ഓക്സിഡേഷൻ സംഭവിച്ചുകൊണ്ട് എഥനാളായിട്ട് മാറുന്നു. ഇവിടെയും നൈട്രജൻ ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നുണ്ട്, HCl എന്ന ബൈ പ്രൊഡക്റ്റും ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള റിയാക്ഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് ബെൻസീൻ ഡയാസോണിയം സോൾട്സിലെ ഹൈഡ്രജൻ അല്ലെങ്കിൽ H വെച്ച് റീപ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് നടത്താനായിട്ട് സാധിക്കുന്നു. ബെൻസീൻ ഡയാസോണിയം സോൾട്ടിൽ നിന്നും N2 ഗ്രൂപ്പിനെ മാറ്റിക്കൊണ്ട് OH ഗ്രൂപ്പ് അഥവാ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് റീപ്ലേസ്മെൻറ്റ് നടത്തുന്നത് എങ്ങനെയാണ്? വളരെ സിമ്പിളായിട്ടുള്ള റിയാക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ബെൻസീൻ റിങ്ങിലേക്ക് OH ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയാസോണിയം സോൾട്ടുകൾ സാധാരണയായിട്ട് സൊല്യൂഷൻ ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മാത്രവുമല്ല ഇറ്റ് ഈസ് മോർ സ്റ്റേബിൾ ഇൻ കോൾഡ് കണ്ടീഷൻ. ഏകദേശം 273 to 278 കെൽവിൻ ടെമ്പറേച്ചറിലാണ് ബെൻസീൻ ഡയാസോണിയം സോൾട്ടിൻ്റെ സൊല്യൂഷൻ സ്റ്റേബിൾ ആയിട്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സൊല്യൂഷൻ്റെ ഹീറ്റ് കുറച്ചങ്ങ് ഇൻക്രീസ് ചെയ്യാം. അതായത് ദ സൊല്യൂഷൻ ഈസ് അലൗഡ് ടു റൈസ് അപ് ടു എ ടെമ്പറേച്ചർ ഓഫ് 283 കെൽവിൻ. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഈ സോൾട്ടിന് സ്വയം ഹൈഡ്രോലൈസ് ചെയ്ത്
ഫീനോൾ എന്ന കോമ്പൗണ്ട് ഉണ്ടാകുന്നു. ഫീനോൾ എന്ന് പറയുമ്പോൾ ബെൻസീൻ റിങ്ങിലേക്ക് OH ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. ഇവിടെ നമുക്ക് കാണാം ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിൻ്റെ സൊല്യൂഷൻ. ഇറ്റ് ഈസ് ഹീറ്റഡ് അപ് ടു 283 Kelvin. The salt is hydrolyzed to form phenol. 283 Kelvinലാണ് ഈ ഒരു ഫീനോൾ ഫോർമേഷൻ നടക്കുന്നത്. അപ്പം ഇങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള റിയാക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിലെ N2Cl ഗ്രൂപ്പ് മാറ്റി അതിന് പകരം അവിടെ OH ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഫീനോളിനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും എന്നർത്ഥം. എറൈൽ ഡയാസോണിയം സോൾട്ടിൽ നിന്നും നൈട്രജനെ ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ട് NO2 ഗ്രൂപ്പിനെ റീപ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബെൻസീൻ ഡയാസോണിയം സോൾട്സിലേക്ക് ഡയറക്റ്റ്ലി NO2 ഗ്രൂപ്പ് അല്ലെങ്കിൽ നൈട്രോ ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സ്റ്റെപ്പ് റിയാക്ഷൻ നടത്തിയതിന് ശേഷമാണ് അതിലേക്ക് NO2 ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിനെ ഫ്ലൂറോബോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്നു. ഇവിടെ ഫ്ലൂറോബോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിക്കുമ്പോൾ ഒരു HCl മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യുകയും ബെൻസീൻ ഡയാസോണിയം ഫ്ലൂറോബോറേറ്റ് എന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ബെൻസീൻ ഡയാസോണിയം ഫ്ലൂറോബോറേറ്റിനെ സോഡിയം നൈട്രൈറ്റുമായിട്ട് ഹീറ്റ് ചെയ്യുകയാണ് റിയാക്ഷനിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സോഡിയം നൈട്രൈറ്റുമായിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ കോപ്പറിൻ്റെ പ്രസൻസിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. ഈ റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് NO2 ഗ്രൂപ്പ് ഡയറക്റ്റ്ലി ബെൻസീൻ റിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്യുകയും അങ്ങനെ നൈട്രോ ബെൻസീൻ എന്ന മെയിൻ പ്രൊഡക്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ റിയാക്ഷനിൽ കാണാം ബെൻസീൻ ഡയാസോണിയം സോൾട്ടിലെ N2Cl എന്ന് പറയുന്ന ഭാഗം ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ട് NO2 ഗ്രൂപ്പിനെ റീപ്ലേസ് ചെയ്യപ്പെട്ടു. അപ്പം ഇങ്ങനെയുള്ള റിയാക്ഷൻ വഴി നമുക്ക് നൈട്രജനെ ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ട് NO2 ഗ്രൂപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഇതുവരെ പഠിച്ച റിയാക്ഷൻസ് എല്ലാം തന്നെ ബെൻസീൻ ഡയാസോണിയം സോൾട്സിൻ്റെ റിയാക്ഷൻസ് ആണ്. ഈ റിയാക്ഷനിൽ എന്താണ് ഉൾപ്പെട്ടിട്ടുള്ളത്? ഇറ്റ് ഇൻവോൾവ്സ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് നൈട്രജൻ ആറ്റം ആൻഡ് ദ റീപ്ലേസ്മെൻറ്റ് ബൈ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. ഇവയിലെല്ലാത്തിലും നൈട്രജൻ ആറ്റം റീപ്ലേസ് ചെയ്യപ്പെട്ട് അല്ലെങ്കിൽ നൈട്രജൻ ആറ്റം ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട് പുതിയ ഒരു ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബെൻസീൻ ഡയാസോണിയം സോൾട്സുകളുടെ മറ്റൊരു പ്രധാനപ്പെട്ട കെമിക്കൽ റിയാക്ഷൻസ് ആണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ദീസ് റിയാക്ഷൻസ് ഇൻവോൾവിങ് ദ റീടെൻഷൻ ഓഫ് ഡയാസോ ഗ്രൂപ്പ്. അതായത് ഇവിടെ അരീൻ ഡയാസോണിയം കോമ്പൗണ്ടുകൾ റിയാക്ഷനിൽ പങ്കെടുക്കുക വഴി അതിലെ ഡയാസോ ഗ്രൂപ്പ് അഥവാ N2 ഗ്രൂപ്പ് ഒരു മാറ്റമില്ലാതെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നു. ഇത്തരം റിയാക്ഷനുകളാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം ഇങ്ങനെയുള്ള റിയാക്ഷനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കപ്ലിംഗ് റിയാക്ഷൻ. എന്താണ് കപ്ലിംഗ് റിയാക്ഷൻ? കപ്ലിംഗ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ബെൻസീൻ ഡയാസോണിയം സോൾട്ടുകൾ റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് SO കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നു. അത്തരം റിയാക്ഷനുകളെയാണ് കപ്ലിംഗ് റിയാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് SO കോമ്പൗണ്ട്സ്? SO കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബെൻസീൻ റിങ്ങുകളെ ജോയിൻ ചെയ്തുകൊണ്ട് N2 ഗ്രൂപ്പ് അല്ലെങ്കിൽ N ഡബിൾ ബോണ്ട് N പ്രസൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളെയാണ് നമ്മൾ SO കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ SO കോമ്പൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന റിയാക്ഷൻസ് ആണ് കപ്ലിംഗ് റിയാക്ഷൻ. ഈ റിയാക്ഷൻ്റെ പ്രത്യേകതകളെ പറ്റിയിട്ടും അതിൻ്റെ പ്രധാന ഉപയോഗങ്ങളെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ ഈ SO കോമ്പൗണ്ട്സ് എല്ലാം തന്നെ കളറുള്ളവയാണ്. അപ്പോൾ കളറുള്ള ഈ സബ്സ്റ്റൻസസ് നമ്മുടെ ഇൻഡസ്ട്രിയൽ ഫീൽഡിലൊക്കെ ഡൈകളായിട്ട് ഉപയോഗിക്കാറുണ്ട്. കളർ നൽകുന്ന സബ്സ്റ്റൻസുകളാണല്ലോ ഡൈസ്. അപ്പോൾ ഈ ഡൈസ് ആയിട്ട് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ഇങ്ങനെ കപ്ലിംഗ് റിയാക്ഷൻ വഴി നിർമ്മിക്കുന്നവയാണ്. അപ്പോൾ കപ്ലിംഗ് റിയാക്ഷൻസിനെ പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കുന്നതിന് നമുക്കൊന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് ഫീനോളുമായിട്ട് റിയാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ഫീനോൾ എന്ന് പറയുന്നത് ഒരു അസിഡിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് ഫിനോളുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ഒരു ബേസിൻ്റെ പ്രസൻസിലാണ്, അത് OH- പ്രസൻസിലാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കൂ. ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡും ഫീനോളും പാരാ പൊസിഷനിൽ കപ്ലിംഗ് നടത്തുന്നു. ഇത് രണ്ടും കൂടെ കപ്ലിംഗ് റിയാക്ഷൻ നടക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് രണ്ട് ബെൻസീൻ റിങ്ങുകളെ ജോയിൻ ചെയ്തുകൊണ്ട്
N2 ഗ്രൂപ്പുള്ള ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിലെ ഈ Cl-ഉം ഫിനോൾ എന്നുള്ള H-ഉം റിമൂവ് ചെയ്യപ്പെട്ട് നമുക്ക് പാരാ ഹൈഡ്രോക്സി എസോബെൻസീൻ എന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടാകുന്നു. ഇവിടെ ബൈ പ്രൊഡക്ട്സ് ആയിട്ട് Cl- അയോണുകളും വാട്ടർ മോളിക്യൂളാണ് ഫോം ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, പാരാ ഹൈഡ്രോക്സി എസോബെൻസീൻ എന്ന് പറയുമ്പോൾ 2 ബെൻസീൻ റിങ്ങുകൾ നിങ്ങൾക്ക് കാണാം അല്ലേ? ഒരു ബെൻസീൻ റിംഗ് അറ്റാച്ച് വിത്ത് OH ഗ്രൂപ്പ് ഉണ്ട്. ഇത് കൂടാതെ ഈ എക്സ്റ്റെൻഡഡ് കോൺജുഗേഷനെ ജോയിൻ ചെയ്യിച്ചുകൊണ്ട് ഒരു N ഡബിൾ ബോണ്ട് എന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു എസോ കോമ്പൗണ്ടിന് ഉദാഹരണമാണ്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഓറഞ്ച് കളറുള്ള സബ്സ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ഇതൊരു ഓറഞ്ച് ഡൈ ആയിട്ട് ഇൻഡസ്ട്രിയൽ ഫീൽഡിലെല്ലാം തന്നെ ഉപയോഗിക്കാറുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് പാരാ ഹൈഡ്രോക്സി എസോബെൻസിൻ ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഓറഞ്ച് കളേർഡ് ഡൈ. ഇതുപോലെ മറ്റൊരു ഉദാഹരണമാണ് ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് അനിലീനുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. അനിലീൻ എന്ന് പറയുമ്പോൾ C6H5NH2 അല്ലേ? ഇവിടെ ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് അനിലീനുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ഒരു ആസിഡ് മീഡിയത്തിൻ്റെ പ്രസൻസിലാണ്. എന്തുകൊണ്ടാണത്? അനിലീൻ എന്ന് പറയുന്നത് ഒരു ബേസ് ആയതുകൊണ്ട് തന്നെ റിയാക്ഷൻ നടക്കുന്നത് ഒരു ആസിഡ് മീഡിയത്തിൻ്റെ പ്രസൻസിലാണ്. അങ്ങനെ ഇവ തമ്മിൽ പാരാ പൊസിഷനിൽ കപ്ലിംഗ് നടക്കുകയും പാരാ അമിനോ എസോബെൻസീൻ എന്ന പ്രൊഡക്റ്റ് ഫോം ചെയ്യുകയും ചെയ്യുന്നു. ഇതും ഒരു എസോ കോമ്പൗണ്ടിന് ഉദാഹരണം തന്നെയാണ്. ഈ കോമ്പൗണ്ടിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ പാരാ അമിനോ എസോബെൻസീൻ ഈസ് എ യെല്ലോ കളേർഡ് ഡൈ. യെല്ലോ കളർ നൽകുന്ന ഡൈ ആയിട്ട് ഈ പാരാ അമിനോ എസോബെൻസീൻ ഉപയോഗിച്ചു വരുന്നു.